പെരിന്തൽമണ്ണയിലെ ആവേശപ്പോരിന് ഡിസംബർ 20-ന് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്തുരുണ്ട് തുടങ്ങും. അതിന് മുന്നോടിയായി സ്റ്റീൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള സ്റ്റീൽ ഗാലറി നിർമ്മിക്കുന്നതിനുള്ള കാൽനാട്ടിൽ കർമ്മം ചെയർമാൻ നിർവഹിച്ചു കഴിഞ്ഞു. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി ലാഭവിഹിതം മുഴുവനായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന പെരിന്തൽമണ്ണ ഖാദർ അലി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 52ാമത് ഖാദർ അലി ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗാലറി നിർമ്മാണത്തിന്റെ കാൽനാട്ടൽ കർമ്മം പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി കാൽനാട്ടൽ നിർവഹിച്ചു. ഏറെ കാലപ്പഴക്കം ചേർന്നിട്ടുള്ള ഒരു പെരിന്തൽമണ്ണയിലെ ഒരു ഉത്സവം തന്നെയാണ് നമ്മളെ ഖാദർ അലി എന്ന് പറയുന്നത്. 52 വർഷങ്ങളായി ഒരു ടൂർണമെൻറ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായും പെരിന്തൽമണ്ണക്കാർക്ക് ഏറ്റവും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ് ഈ വർഷത്തെ ഖാദർ അലി ടൂർണമെൻറ്റ്. 10,000-ത്തിലധികം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഗാലറിയുടെ കൊടിനാട്ടൽ ചടങ്ങാണ് ഇവിടെ കാൽനാട്ടൽ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഖാദർ അലി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചേരി ഫാറൂഖ്, പ്രസിഡന്റ് സി മുഹമ്മദ് അലി, മണ്ണിൽ ഹസൻ, വി കെ സലീം, കുറ്റീരി മാനുപ, യൂസുഫ് രാമപുരം, മുഖ്യ സ്പോൺസർ മോക്ക MD ജംഷീർ, സുപ്ര മോട്ടോഴ്സ് GM ഗിരീഷ് SK, AGM നോമാൻ, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ഡോക്ടർ നിലാർ മുഹമ്മദ്, അൽസലാമ ഐ ഹോസ്പിറ്റൽ ഡയറക്ടർ ആലിക്കൽ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡിസംബർ 20 മുതൽ ജനുവരി 20 വരെ ഒരു മാസക്കാലം നെഹ്റു സ്റ്റേഡിയത്തിൽ ആവേശ പോരാട്ടത്തിനാണ് പന്തുരുണ്ട് തുടങ്ങുക. 4000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റീൽ ഗാലറിയാണ് നിർമ്മിക്കുന്നത്. നിലവിൽ 4000 പേരെ ഉൾക്കൊള്ളുന്ന ഗാലറി സ്റ്റേഡിയത്തിലുണ്ട്. ഇതുകൂടാതെ 3000-ഓളം പേരെയും സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കും. മൊത്തം 10,000-ത്തിലധികം പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത്. ഖാദർ അലി ക്ലബിനെ സംബന്ധിച്ച് ഇതിൻ്റെ മുഴുവൻ ലാഭവിഹിതവും മറ്റ് ക്ലബ്ബുകളിൽ നിന്നൊക്കെ ടൂർണമെൻറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഇതിന് കിട്ടുന്ന മുഴുവൻ ലാഭവിഹിതവും ഈ പെരിന്തൽമണ്ണയിലെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾക്ക് ഈ 52 കൊല്ലവും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനിക്കാം, പെരിന്തൽമണ്ണക്കാരെ സംബന്ധിച്ച് അഭിമാനിക്കാം. ഒരു ടൂർണമെൻറ്റും പ്രഖ്യാപനത്തിൽ ഒതുങ്ങല്ലാതെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ മറ്റു മാർഗങ്ങളിൽ ചെലവഴിക്കാറാണ്. ഖാദർ അലി ക്ലബ്ബ് അതിനൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൻ്റെ മുഴുവൻ ലാഭവിഹിതവും ഈ പെരിന്തൽമണ്ണയിലെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കാറ്. ഏതായാലും പെരിന്തൽമണ്ണക്കാരുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെരിന്തൽമണ്ണക്കാർ ഇതൊരു ഉത്സവമായിട്ടാണ് കാണുന്നത്. ഈ ഡിസംബർ 20-ന് തുടങ്ങി ജനുവരി 20-ന് അവസാനിക്കുന്ന രൂപത്തിലുള്ള ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഫുട്ബോൾ മാമാങ്കാണ്. കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒട്ടനവധി ഫുട്ബോൾ താരങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ IM വിജയനെ പോലുള്ള U ഷറഫലിയെ പോലുള്ള ആളുകൾ യഥേഷ്ടം കളിച്ച് അവസരം നേടിയെടുത്ത ഒരു ഫുട്ബോൾ ടൂർണമെന്റ് കൂടിയാണ് ഖാദർ അലി ഫുട്ബോൾ. കാൽപന്ത് കളിയുടെ മഹോത്സവത്തിന് ഈ നാടൊരുങ്ങുകയാണ്. പെരിന്തൽമണ്ണ ഇതുവരെ കാണാത്ത ഒരു ആവേശ പോരിനാകും ഈ പെരിന്തൽമണ്ണ നഗരം സാക്ഷ്യം വഹിക്കുക. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.